ഞാൻ ഇത്രയും ഇവിടെ ഒരുങ്ങി നിൽക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ വളകാപ്പ് ചടങ്ങായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ ഒരുങ്ങി എനിക്ക് നിൽക്കാൻ സാധിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. അതെൻ്റെ 7 മന്തിൽ നടത്തേണ്ടതായിരുന്നു വളകാപ്പ് ചടങ്ങ്. പക്ഷേ 7 മന്തിൽ നടത്തിയില്ല, നമുക്ക് നടത്താൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ വളകാപ്പ് ചടങ്ങും അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് 9ാം മാസം വരുന്ന ചടങ്ങുണ്ടല്ലോ, 9 കൂട്ടം നമുക്ക് പലഹാരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ദിവസം അങ്ങ് നടത്തി. അപ്പോൾ ഇതെല്ലാം എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫങ്ഷന്. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. അച്ഛന്, അമ്മ, പിന്നെ അമ്മയുടെ അമ്മ, അവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇനി കുറച്ച് പേരും കൂടെ വരാനുണ്ട്, അവരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ സമയം പോയി ഞങ്ങൾ കുറച്ചുകൂടെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയി കുറച്ച് ഫോട്ടോസും കൂടെ പോയി എടുത്തു കേട്ടോ. നല്ല രസമായിരുന്നു ഫോട്ടോഷൂട്ടിൻ്റെ ടൈമിൽ എനിക്കൊരു കാര്യം ഞാൻ ഇടാൻ മറന്നുപോയി, എൻ്റെ മൂക്കൂത്തി മറന്നുപോയി. പിന്നെ പെട്ടെന്ന് ഓടിപ്പോയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഞാൻ പിന്നെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം അവരെല്ലാവരും വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പലഹാരങ്ങൾ കൊണ്ടുവന്നു. പലഹാരങ്ങൾ 9 കൂട്ടമാണ് കേട്ടോ, 9 കൂട്ടം കൊണ്ടുവന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ചടങ്ങിന് വേണ്ടി എല്ലാം സെറ്റ് ചെയ്യണമല്ലോ. അപ്പം ചേച്ചിമാരും കുട്ടികളും എല്ലാവരും, കാരണം എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും താലത്തിലൊക്കെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കയ്യിൽ വളയും പിന്നെ മധുരമൊക്കെ വെച്ച് തന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കുറച്ചുകൂടെ സന്തോഷം തോന്നിയൊരു ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ബ്ലെസ്സിങ് കിട്ടി. അവരെല്ലാവരും വന്നിട്ടൊന്ന് അനുഗ്രഹിച്ചു. കാരണം വന്നവരുടെ എല്ലാവരും ഒരു അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ നല്ലതല്ലേ. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു ഇതായിരുന്നു. എനിക്ക് ആ ഒരു എല്ലാവരും ബ്ലെസ്സിങ് കിട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു, സന്തോഷം തോന്നി. പിന്നെ അതിന് ശേഷം ചെറിയ ഫോട്ടോഷൂട്ട്, കാരണം വളയൊക്കെ ഇട്ടതിന് ശേഷമുള്ള കുറച്ച് ഫോട്ടോ സ്റ്റിൽസും കാര്യങ്ങളും ഒക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് പലഹാരം കഴിക്കുന്നതായിട്ടുള്ളതും കുറച്ച് സ്റ്റിൽസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ക്യാമറമാൻ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അങ്ങനെ പുള്ളിക്ക് ഭയങ്കര ഐഡിയാസ് ആയിരുന്നു, അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക അങ്ങനെ. പിന്നെ ഒരു സങ്കടം എനിക്ക് തോന്നിയത്, ഈ ഫംഗ്ഷന് എൻ്റെ അച്ഛനും എൻ്റെ സിസ്റ്ററിനും പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ രണ്ടുപേരും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായി. കാരണം എല്ലാവരും നമുക്ക് മധുരമൊക്കെ വെച്ച് തരികയും വളയൊക്കെ കയ്യിലിട്ട് തരുന്ന സമയത്ത് അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും വരാൻ പറ്റിയില്ല ഫംഗ്ഷന്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ഡേ ആയിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു. അതിനെന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലീസിനും അതേപോലെ എൻ്റെ ഹസ്ബൻഡും എല്ലാ രീതിയിലും എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.